ഷോപ്പിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ അഡ്വൈസ് വന്നപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട്, ഇത് 100% ഉറപ്പാണല്ലോ, അത് കാരണം അവിടെ നിർത്തിയിട്ട് വന്നതാണ്. അപ്പോൾ അതും ഇല്ലാണ്ടായി, ഇതും തീരുമാനമായിട്ടില്ല. അപ്പോൾ അവിടെ നിർത്തുകയും ചെയ്തു. സൗമ്യയുടെ മുഖത്ത് ചെറുപുഞ്ചിരിയുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ തീയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി PSC ലിസ്റ്റിൽ ഇടം പിടിച്ചു. പക്ഷേ നിയമനം കിട്ടേണ്ട സ്ഥാപനം ഇന്ന് ആ വകുപ്പിന് കീഴിൽ ഇല്ല. സാങ്കേതിക കുരുക്കിൽ പെട്ടിരിക്കുകയാണ് ഈ യുവതിയുടെ ജീവിതം. കണ്ണൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന് കീഴിലെ സ്കൂളിൽ ആയ തസ്തികയിലേക്കാണ് പാട്യം ഉദയങ്ങ സ്വദേശിയായ 38-കാരി സൗമ്യ നാണുവിന് നിയമനം കിട്ടേണ്ടത്. ജനുവരി 4-ന് PSCയിൽ നിന്ന് നിയമന ശുപാർശ കിട്ടിയതോടെ സൗമ്യ ഏറെ സന്തോഷത്തിലായിരുന്നു. PSC ഉത്തരവ് ലഭിച്ചാൽ 90 ദിവസത്തിനകം നിയമനം നൽകണമെന്നാണ് ചട്ടം. PSC ഉത്തരവുമായി കണ്ണൂർ പട്ടികജാതി വികസന ഓഫീസിൽ എത്തിയപ്പോൾ കിട്ടിയ മറുപടി സൗമ്യയെ ഞെട്ടിച്ചു. അങ്ങനെ ഒരു സ്ഥാപനം ഇപ്പോൾ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ഇല്ല. ഇല്ലാത്ത സ്ഥാപനത്തിൽ എങ്ങനെ നിയമനം നൽകുമെന്നായി അധികൃതർ. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് സൗമ്യ. എനിക്ക് അഡ്വൈസ് വന്നിട്ട് ഇപ്പോൾ 90 ദിവസം ആവാറായി. അഡ്വൈസ് വന്നൊരു മാസം കഴിഞ്ഞപ്പോൾ മുതൽ അന്വേഷിച്ചപ്പോൾ അന്നേരം അവർ പറഞ്ഞു 90 ദിവസം സമയമുണ്ടല്ലോ, അപ്പോഴത്തേക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു 2 മാസം കഴിഞ്ഞപ്പോൾ വന്നപ്പോഴാണ് പറയുന്നത് നിലവിൽ വേക്കൻസി ഇല്ല. അതിനിടയ്ക്ക് ഞാനിങ്ങനെ വിളിക്കുമ്പോഴും പറഞ്ഞു ഒഴിവില്ല, ഡയറക്ടറേറ്റിലേക്ക് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി കിട്ടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നു, മാർച്ച് 4-ാം തീയതി വന്നു. ജനുവരി 4-ാം തീയതി അഡ്വൈസ് കിട്ടിയിട്ട് മാർച്ച് 4-ാം തീയതി ഇവിടെ വന്നപ്പോൾ ഇവർ വീണ്ടും പറയുന്ന ഡയറക്ടറേറ്റിൽ നിന്ന് മറുപടി വരണമെന്ന്. ഞങ്ങൾ ഡയറക്ടറേറ്റിൽ വിളിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങളല്ല ചെയ്യേണ്ടത്, ജില്ലാ ഓഫീസിൽ നിന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് ഡയറക്ടറേറ്റ് പോയി. അവിടെ നിന്ന് വീണ്ടും ഇത് തന്നെ മറുപടി, ജില്ലാ ഓഫീസിൽ നിന്നാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇപ്പോഴാണ് തീർത്ത് പറയുന്നത് ഒഴിവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇന്നലെ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇനി എന്നത്തേക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു എനിക്കൊന്നും പറയാൻ പറ്റില്ല, എപ്പോൾ തരാൻ പറ്റുമെന്നോ എനിക്കൊന്നും ഇതിനകത്ത് പറയാനില്ല എന്ന് പറഞ്ഞു. മറ്റ് ജില്ലകളിലേക്ക് അത് ഞാൻ ചോദിച്ചു, സ്വീകാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അതായത് ജില്ലാ വൈസ് റിപ്പോർട്ടായത് കാരണം അതായത് ജില്ലകളിൽ മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കാരണം അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർ ആദ്യം തന്നെ മറുപടി പറഞ്ഞായിരുന്നു. എല്ലാം ഡയറക്ടറേറ്റിൽ നിന്നും ഞങ്ങളടുത്ത് പറഞ്ഞു മറ്റ് ജില്ലകളിൽ തരാൻ പറ്റില്ല എന്ന് ഞങ്ങളടുത്തും പറഞ്ഞു. ഇവർ അത് ജില്ലാ ഓഫീസിൽ നിന്നും പറഞ്ഞതാണ്. ഒരാഴ്ചയോളമായി എന്നും രാവിലെ സൗമ്യ കണ്ണൂർ പട്ടികജാതി വികസന ഓഫീസിന് മുന്നിൽ എത്തും. അധികൃതർ എന്തെങ്കിലും ഉറപ്പ് നൽകുമോ എന്ന് നോക്കി ഒരേ ഇരിപ്പാണ്. ഓഫീസിൽ കയറി ബഹളമുണ്ടാക്കാനോ സമരം ചെയ്യാനോ ഒന്നുമല്ല ഈ ഇരിപ്പ്. ഏപ്രിൽ 4-നാണ് PSC നിയമന ഉത്തരവിന്റെ കാലാവധി അവസാനിക്കുക. അതിനു മുമ്പ് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് സൗമ്യയുടെ തീരുമാനം. ഇനിയിപ്പോൾ ലീഗലി പോകാൻ തന്നെ അഡ്വൈസ് കിട്ടിയ ഡേറ്റ് 90 ദിവസം ആവാറായല്ലോ. അപ്പോൾ 90 ദിവസം ആകുമ്പോഴത്തേക്ക് കിട്ടിയില്ലെങ്കിൽ ലീഗലി പോകാൻ വേണ്ടി തരുമെന്ന് ഉറപ്പ് പറയുന്നില്ലല്ലോ ഇവർ. ഇപ്പോഴും തരാൻ പറ്റുന്ന എന്താ പറയുക, ഒരു ഉറപ്പും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. പാനൂരിൽ ഒരു കടയിൽ ജോലിക്ക് പോകാറുണ്ടായിരുന്നു സൗമ്യ. PSC നിയമന ഉത്തരവ് വന്നതോടെ അവിടെ നിന്നും ഇറങ്ങി. ഞാനൊരു ഷോപ്പിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ അഡ്വൈസ് വന്നപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട്, ഇത് 100% ഉറപ്പാണല്ലോ, അത് കാരണം അവിടെ നിർത്തിയിട്ട് വന്നതാണ്. അപ്പോൾ അതും ഇല്ലാണ്ടായി, ഇതും ഇല്ലാണ്ടായി. അപ്പോൾ ഇതും തീരുമാനമായിട്ടില്ല. ഇപ്പോൾ അവിടെ നിർത്തുകയും ചെയ്തു. വിചിത്രമായ നടപടികളാണ് വകുപ്പിൽ നടന്നത്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ പെരിങ്ങോത്ത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആയ തസ്തികയിലേക്കാണ് വകുപ്പ് അപേക്ഷ ക്ഷണിച്ചത്. ഒരു നടപടിയും പൂർത്തിയാക്കാതെയായിരുന്നു PSCക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്തത്. 2 വർഷം മുമ്പ് PSC പരീക്ഷ നടത്തി, റാങ്ക് ലിസ്റ്റും പുറത്തിറക്കി. എന്നാൽ വിദ്യാർത്ഥികളുടെ അഭാവം കാരണം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ആ സ്ഥാപനം ട്രൈബൽ വകുപ്പിന് കൈമാറുകയും ചെയ്തു. കണ്ണൂരിലെ പട്ടികജാതി വികസന ഓഫീസ് പോലും അറിയാതെയായിരുന്നു ഈ ഉത്തരവ്. പട്ടികവർഗ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യമൊന്നും
PSCയെ അറിയിച്ചതുമില്ല. സൗമ്യയ്ക്ക് നിയമനം നൽകണമെന്ന ഉത്തരവ് ഇതിനിടയിൽ PSC വീണ്ടും ഇറക്കി. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പല നിർദ്ദേശങ്ങളും കണ്ണൂർ പട്ടികജാതി വികസന ഓഫീസർ ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട്, കാസർഗോഡ് വെള്ളച്ചാൽ എന്നിവിടങ്ങളിൽ ആയ ഒഴിവുകളുണ്ട്. പക്ഷേ സൗമ്യയുടെ നിയമനം കണ്ണൂർ ജില്ലയിലാണ്. ആ സാങ്കേതിക കുരുക്ക് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലക്കാരിയായ ഒരു ഉദ്യോഗാർത്ഥി കണ്ണൂരിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെ നെടുമങ്ങാട് നിയമിച്ച് പകരം സൗമ്യയെ കണ്ണൂരിൽ നിയമിക്കുക എന്നതാണ് ഒരു നിർദ്ദേശം. ഏപ്രിൽ 4 മുമ്പ് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട്. അതിന് കഴിയുമെന്ന വിശ്വാസത്തിലാണ് പട്ടികജാതി വികസന വകുപ്പ് അധികൃതർ ഉള്ളത്. സൗമ്യയ്ക്ക് നിയമനം നൽകാൻ പല വഴികളും ആലോചിക്കുകയാണ് പട്ടികജാതി വികസന വകുപ്പ്. ഈ യുവതിയുടെ ജീവിതം ഈ കുരുക്കിൽ നിന്നും കരകയറ്റാനുള്ള ആ ശ്രമം വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.